അങ്ങനെ നമ്മുടെ ദേവി മിത്രോടും മീനുവിനോടും എല്ലാം തുറന്ന് പറയുന്നുണ്ട്. അവളെങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് അവളുടെ അമ്മയും അച്ഛനാണ്. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൾ ഒരു മിനിറ്റ് പോലും അവിടെ സ്വസ്ഥമായിട്ട് കഴിഞ്ഞിട്ടില്ല. ഓരോ മിനിറ്റും അവൾ പേടിച്ചിട്ടാണ് അവിടെ കഴിഞ്ഞിരുന്നതെന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മീനുവിനും മിത്രയ്ക്കും വല്ലാത്ത സങ്കടമാവുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഗോമതി വന്നിട്ട് പറയുന്നുണ്ട്, ഈ പെരുങ്കള്ളി ഇനി ഇവിടെ എന്തൊക്കെ ചെയ്ത് കൂട്ടീനെ, ഇനി നീ പറയടി എന്തൊക്കെ ഇവിടെ കള്ളത്തരം ഇനി നീ പറഞ്ഞു കൂട്ടീനെ, പറയടി എന്ന് പറഞ്ഞിട്ട് അവളെ മുടിയൊക്കെ വലിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ദേവിയാണെങ്കിൽ ആകെ സങ്കടത്തിൽ പറഞ്ഞിട്ട് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഗോമതിക്കാണെങ്കിൽ ഒട്ടും ദേഷ്യം സഹിക്കുന്നില്ല. അവൾ പറയുന്നുണ്ട്, നാളെ നിൻ്റെ അമ്മയും അച്ഛനും വരട്ടെ, അവരെൻ്റെ ഇനിയൊരു മുഖം നാളെ കാണാൻ കിടക്കണേല്ലോ കേട്ടോ, എന്നെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദേവിയോട് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കണത് നമ്മുടെ ബാലൻ ഉദയഭാനുവിനെ വിളിക്കേണ്ടത്. എന്നിട്ട് പറയുന്നുണ്ട്, സാറേ നാളെ സാറും ഭാര്യയും വീട്ടിലേക്ക് ഒന്ന് വരണം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഉദയഭാനു ചോദിക്കേണ്ടത്, എന്താ നാളെ അവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്, നാളെ സാറൊന്ന് നേരത്തെ വന്നാൽ നന്നായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഉദയഭാനുവിന് നമ്മുടെ ബാലൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല വെച്ചിട്ട് നമ്മുടെ ഉദയഭാനു പറയേണ്ട, നാളെ ഞങ്ങൾ നേരത്തെ എത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുന്നുണ്ട്. നമ്മുടെ ഗോമതിക്കും ബാലനാണെങ്കിൽ ആകപ്പാടെ സമാധാനം കേട്ടിട്ടാണ് ജീവിക്കുന്നത്. ഒരു സമാധാനം ഇല്ലാതെയാണ് ഇവരിയ്ക്കുന്നത്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.